ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമല്ല കുറേ ദിവസം മുന്നേ മണാലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിയാകുമ്പോഴേക്കും നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. 1 മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നു ട്രെയിനിന് വേണ്ടി. 4 മണി ആയിട്ടുണ്ടായിരുന്നു ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിനിന് പോയിട്ട് അവിടുന്ന് ബസ്സിനായിരുന്നു മണാലിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം 4 മണിയാകുമ്പോൾ ട്രെയിൻ വന്ന്. ഒരു 7 മണിയാകുമ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്ന്. ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീണ്ടും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും ഇരുന്നു. പിന്നെ ഉച്ചക്ക് ഫുഡ് വന്ന് പരിപ്പ് കറി, ചിക്കൻ, പിന്നെ ഒരു അറവ്, ഇതായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. ഉച്ചക്ക് ഫുഡും കഴിച്ച് വീണ്ടും ഇരുന്നു. പിന്നെ കുറച്ച് ടൈം കൂടി കഴിയുമ്പോഴേക്ക് ചായ വന്ന്. കുറേ നേരത്തെ കാത്തിരിന് ശേഷം അങ്ങനെ ഡൽഹി ബസ് വരുന്നവരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയായിരുന്നു വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ബിരിയാണി പോലെ ടേസ്റ്റേ അല്ല ഇവിടുത്തെ. ബസ്സും വന്നു. ഇനി നേരെ നമുക്ക് മണാലിയിൽ കാണാം. ഇനി 12 മണിക്കൂർ ബസ്സിലിരിക്കണം മണാലി എത്താൻ വേണ്ടിയിട്ട്. ബസ്സിലാണെങ്കിൽ വലിയ ബോറടിയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളാണെങ്കിൽ ഫ്രണ്ട് സീറ്റിലായിരുന്നു ഇരുന്നിട്ടുണ്ടായത്. അവിടുത്തെ റോഡൊക്കെ കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ഹോട്ടലിൽ ബസ് നിർത്തി. നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മണാലി എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. റൂമിലേക്ക് പോവുകയായിരുന്നു. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ഇവിടെയൊക്കെ പുറത്തുനിന്ന് തന്നെ കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയാണ്. റൂമിലെത്തി. ഇതായിരുന്നു റൂം. റൂമൊക്കെ അടിപൊളിയായിരുന്നു. ഡോറ് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ. നല്ല ഉണ്ടായിരുന്നു. ആ ഡോർ തുറന്നപ്പോൾ തന്നെ ഒരു പ്രത്യേകതര കാറ്റും തണുപ്പും കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ കുളിച്ച് ഫ്രഷായി പുറത്തോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ പോകുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു. നമ്മൾ ഫസ്റ്റ് ദിവസം പോയിട്ടുണ്ടായിരുന്നത് ഹഡിംബ ടെമ്പിൾ, വാൻവിഹാർ ബുദ്ധിസ്റ്റ് മൊണസ്റ്ററി. ഇവിടെയായിരുന്നു നമ്മൾ ഫസ്റ്റ് ദിവസം പോയിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഇവിടുന്ന് നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് മുയലിനൊക്കെ പിടിച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറേ നമ്മൾ രണ്ടാളും കുറേ ഫോട്ടോസ് എടുത്ത് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോയി. ഇതിപ്പം അടുത്ത ദിവസം നമ്മൾ രാവിലെ എണീറ്റ് റെഡിയാവാൻ വേണ്ടിയിട്ട് പോവായിരുന്നു. റെഡിയായി, ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ രാവിലെ പുറത്ത് നോക്കുമ്പം കാണുന്ന കാഴ്ചയാണിത്. ടാക്സിയിലായിരുന്നു എല്ലായിടത്തും പോയിട്ടുണ്ടായിരുന്നേ. ഫുൾ നല്ല തണുപ്പായിരുന്നു, ഫുൾ മഞ്ഞ് വീണ്. ഇതിപ്പോൾ നമ്മൾ പോകുന്നത് സ്നോ പോയിന്റ് വിസിറ്റ് ചെയ്യാനാണ്. പോകുന്ന വഴി തന്നെ വഴിയെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളിവിടെ എത്തി. ഫുള്ളും മഞ്ഞ് വീണ് ഒന്നും കാണാൻ പോലും പറ്റുന്നുണ്ടായില്ല. അവിടെയുള്ള വണ്ടീൻ്റെ മുകളിലൊക്കെ ഫുൾ മഞ്ഞ്. ഇതുപോലെ കൈയൊക്കെ പുറത്തിട്ടിരിക്കുമ്പോൾ കയ്യിൽ ഫുൾ മഞ്ഞ് വീഴും. കണ്ടോ ഇവിടുത്തെ വണ്ടിയൊക്കെ കണ്ടോ, ഫുൾ മഞ്ഞ് വീണ്. വണ്ടീൻ്റെ ഒക്കെ മുകളിൽ ഫുൾ മഞ്ഞ. പിന്നെ നമ്മൾ ഇവിടുന്നും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത്. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾ റൂമിലേക്ക് പോയി. ഇത് രാത്രി റൂമിലുണ്ടായിരുന്ന ഫുഡാണ്. ചിക്കൻ കറിയും ചോറും ആയിരുന്നു ഉണ്ടായത്. അന്ന് ആ ഹോട്ടലിൽ തന്നെ നമ്മൾ ഓർഡർ ചെയ്ത് തന്ന ഫുഡാണ്. ഇത് അടുത്ത ദിവസം രാവിലെ വീണ്ടും പുറപ്പെട്ട്. എവിടെ പോയാലും ഫോട്ടോ വേണമല്ലോ, അവിടെ ഒന്നും ഫോട്ടോ എടുത്ത്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് റിവർ റാഫ്റ്റിങ്ങിനാണ്. ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു അന്ന്. ഇത് കഴിഞ്ഞ് ഈവനിങ് നമ്മൾ വന്നതുപോലെ തന്നെ മണാലിയിൽ നിന്ന് ബസ്സിന് പോയി. അവിടെ നിന്ന് നാട്ടിലേക്ക് ട്രെയിനിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഉച്ച ആകുമ്പോഴേക്ക് നമ്മൾ നാട്ടിലെത്തി.